അഞ്ചാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷ 2024 കേരള പാഠാവലി മലയാളത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ഈ വീഡിയോയിൽ ഉത്തരം എഴുതേണ്ട രീതി കൂടി വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത പരീക്ഷയ്ക്ക് എങ്ങനെ ഉത്തരം എഴുതണം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ വരികയും കൂടുതൽ മാർക്ക് കിട്ടാൻ സഹായിക്കുകയും ചെയ്യും. പ്രവർത്തനം 1 വായിക്കാം എഴുതാം. ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഇത് വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ അടിയിലുള്ള 5 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനാണ് പറയുന്നത്. നമ്മൾ ഇത്തരം ചോദ്യം കിട്ടുമ്പോൾ ആദ്യം ഇതൊന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം ചോദ്യങ്ങൾ വായിച്ചതിന് ശേഷം വീണ്ടും ഉത്തരം നമുക്ക് എഴുതാം. എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം അടയാളപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉത്തരപേപ്പറിലേക്ക് ഉത്തരം എഴുതാൻ പാടുള്ളൂ. ഇത് ഞാൻ വായിച്ചു തരുന്നില്ല. വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം വായിച്ചു നോക്കുക. ഈ 5 ചോദ്യങ്ങളുടെയും ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രവർത്തനം 2. ഇതിൽ എ ബി എന്ന 2 ചോദ്യങ്ങളുണ്ട്. പല കുട്ടികൾ എ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതി അവസാനിപ്പിച്ചിട്ട് പോകും, ബി എഴുതാൻ മറന്നു പോകും. ബിയും കൂടി എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ. എ ചോദ്യത്തിന് 4 സ്കോറും ബി ചോദ്യത്തിന് 1 സ്കോറും, അങ്ങനെ 5 സ്കോറാണ് ഇതിനുള്ളത്. എ ചോദ്യം: യാത്രാനുഭവം. ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠഭാഗത്തിലുള്ള അഖിലിന്റെയും അമ്മുവിന്റെയും യാത്രാനുഭവങ്ങൾ പരിചയപ്പെട്ടുവല്ലോ. ഇതുപോലെ ചെറുതും വലുതുമായ യാത്രകൾ നിങ്ങളും ചെയ്തിട്ടുണ്ടാകും. മനസ്സിൽ തങ്ങി നിൽക്കുന്ന യാത്രാനുഭവം പങ്കുവയ്ക്കുക. നമ്മൾ യാത്രാ വിവരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള യാത്രയെക്കുറിച്ചുള്ള കുറിപ്പ് എഴുതാൻ പറയുമ്പോൾ ഒരു 7 പോയിന്റ് നമ്മൾ മനസ്സിൽ വെക്കണം. യാത്രാ വിവരണം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട 7 പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് പറയാം. 1, തലക്കെട്ട് വേണം. അതായത് നമ്മൾ ഏത് സ്ഥലത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു തലക്കെട്ട് വേണം. 2, തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങൾ നടന്ന ക്രമത്തിൽ എഴുതണം. നമ്മളിപ്പോൾ മലമ്പുഴയിൽ പോയ കാര്യം എഴുതുകയാണെങ്കിൽ മലമ്പുഴയിൽ ഒരു തൂക്കുപാലമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങാൻ പാടില്ല. എവിടെ നിന്നാണ് നമ്മൾ പുറപ്പെട്ടത്, സ്കൂളിൽ നിന്നാണോ, ഏത് സ്കൂളിൽ നിന്നാണ്, ആരൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ആ ക്രമത്തിന് എഴുതി വരണം. പിന്നീട് നമ്മൾ എവിടെ എത്തി, പിന്നീട് എത്തി, അങ്ങനെ ആ ക്രമത്തിൽ നമ്മൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആ ക്രമത്തിൽ അങ്ങനെ എഴുതി വരണം. അങ്ങനെ എഴുതുന്നതിനെയാണ് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങൾ നടന്ന ക്രമത്തിൽ എഴുതണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 3ാമത്തെ പോയിന്റ് നോക്കാം. മല കണ്ടു, പുഴ കണ്ടു എന്ന് എഴുതാതെ അവ മനസ്സിൽ തോന്നിപ്പിച്ച സന്തോഷം, അതിശയ ഭാവങ്ങൾ കൂടി എഴുതണം. ഇപ്പം മലമ്പുഴയിൽ ആണെങ്കിൽ ഒരു യക്ഷിയുടെ പ്രതിമയുണ്ട്, വലിയൊരു പ്രതിമയാണ്. അത് കാണുമ്പോൾ നമ്മൾക്ക് ഒരു അതിശയമോ പേടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ ആ ഭാവം കൂടി നമ്മൾ എഴുതുന്നതിൽ ഉൾപ്പെടുത്തി എഴുതണം. വെറുതെ മല കണ്ടു, പുഴ കണ്ടു എന്ന് എഴുതിയാൽ പോരാ. മലമ്പുഴയിലെ യക്ഷിയെ കണ്ടപ്പോൾ അത്ഭുതം തോന്നി, വളരെ വലിയ ഒരു പ്രതിമയാണ് അത് എന്ന രീതിയിൽ നമ്മൾ എഴുതണം. മനസ്സിൽ തോന്നിയ ആ ഒരു ഭാവം കൂടി നമ്മളുടെ എഴുത്തിൽ ഉണ്ടാവണം. 4ാമത്തെ പോയിന്റ് നോക്കാം. കൂടെയുണ്ടായിരുന്നവരെയും വിവരണത്തിൽ ഉൾപ്പെടുത്താം. പല കുട്ടികൾക്കും ഒരു സംശയമുണ്ട്, നമ്മളുടെ കാര്യങ്ങൾ മാത്രമാണ് എഴുതേണ്ടത് എന്ന്. അങ്ങനെയല്ല, കൂടെയുള്ളവരും പറഞ്ഞ തമാശകളും അവരുടെ അഭിപ്രായങ്ങളും അവരോടൊപ്പമുള്ള ആ കളികളും കൂടി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തി എഴുതാം. അതിനൊന്നും കുഴപ്പമില്ല. 5ാമത്തെ പോയിന്റ്: യാത്രയിലെ ഏറ്റവും സന്തോഷം, അതിശയം, ദുഃഖം ഉണ്ടായ അനുഭവം എഴുതണം. നമ്മൾ ഈ കുറേ കാര്യങ്ങൾ കണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യത്തെ നമ്മൾ കുറച്ച് കൂടുതൽ വരികൾ ഉപയോഗിച്ചുകൊണ്ട് വിശദീകരിച്ച് എഴുതണം. 6ാമത്തെ പോയിന്റ്: ഞാൻ സന്തോഷിച്ചു, ഞാൻ അതിശയിച്ചു എന്ന് എഴുതുന്നതിനോടൊപ്പം അതിനുള്ള കാരണവും കൂടി എഴുതണം. ഇപ്പോൾ മലമ്പുഴയിൽ ഒരു തൂക്കുപാലമുണ്ട്. അതിലൂടെ ഇങ്ങനെ കയറുമ്പോൾ നടുഭാഗത്തെത്തുമ്പോൾ അതിങ്ങനെ ഇളകി നമുക്കത് പേടിയാകും. അതിൻ്റെ സൈഡിലൊക്കെ പിടിച്ചില്ലെങ്കിൽ നമ്മൾ വീണു പോകുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ ആ ഒരു അനുഭവം നമുക്ക് വായിക്കുന്നവർ കൂടി തോന്നണം. മലമ്പുഴയിലുള്ള പാലത്തിലൂടെ നടക്കുമ്പോൾ പാലം വല്ലാതെ ഇളകി, അപ്പോൾ ഞങ്ങൾക്ക് പേടി തോന്നി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനുഷയും മഞ്ജുവും അയ്യോ എന്ന് നിലവിളിച്ചു. ഞാനും നിലവിളിക്കേണ്ട ഒരു അവസ്ഥയിലെത്തി. എങ്കിലും ഞങ്ങളുടെ ടീച്ചർ കൂടെയുള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു ധൈര്യമായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ നമുക്ക് പാലത്തിൽ കയറിയപ്പോൾ പേടിച്ചു എന്ന ഒറ്റ വാചകത്തിൽ എഴുതുന്നതിനേക്കാളും വായിക്കുന്നവർക്ക് അതൊരു മനസ്സിൽ തട്ടുന്നത് പോലെ, അവരുടെ കൺമുന്നിൽ അത് കാണുന്നത് പോലെയുള്ള ഒരു അനുഭവം ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു അനുഭവം വാക്കുകളിലൂടെ വിവരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് 4 സ്കോർ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് ലഭിക്കുകയുള്ളൂ. 7ാമത്തെ പോയിന്റ് നോക്കാം. മനസ്സിലുണ്ടായ ഭാവത്തിന്റെ ശക്തി വായനക്കാർക്ക് ബോധ്യമാകുന്ന വിധത്തിൽ എഴുതണം. ഇവിടെ ഞാനൊരു യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട്. കറുത്ത പൊന്നിന്റെ വീട്ടിൽ എന്നാണ്. കറുത്ത പൊന്ന് എന്ന് പറഞ്ഞാൽ കുരുമുളകാണ്. ഉത്തരം നോക്കാം. കഴിഞ്ഞ വർഷത്തെ കർഷക ദിനത്തിലാണ് ഞങ്ങൾ കറുത്ത പൊന്നിന്റെ വീട്ടിൽ പോയത്. കാർഷിക ക്ലബ്ബ് കൺവീനറായ സുരഭി ടീച്ചറും 5, 6, 7 ക്ലാസ്സുകളിലെ കാർഷിക ക്ലബ്ബ് അംഗങ്ങളുമാണ് പോയത്. ആദ്യത്തെ പീരിയഡിന് ശേഷം 2 സ്കൂൾ ബസ്സിലാണ് പോയത്. അരമണിക്കൂർ സമയം ഗ്രാമത്തിലൂടെ ബസ് ഓടി. പേഴുങ്ങേട്ടുകര എന്ന സ്ഥലത്ത് ഒരു വീടിന് മുന്നിൽ ബസ് നിർത്തി. പ്രിയപ്പെട്ട കുട്ടികളെ,
നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ കുരുമുളക് കർഷകനായ ബേബി ചേട്ടന്റെ കറുത്ത പൊന്ന് എന്ന വീട്ടിലെത്തിയിരിക്കുന്നു. എല്ലാവരും പുറത്തിറങ്ങുക. ടീച്ചർ അനൗൺസ് ചെയ്തു. 7 സിയിലെ അനുപമ മഞ്ജുദാസ് കർഷക ദിന ഉപഹാരം ബേബി ചേട്ടന് കൈമാറി. ആ വീട്ടിലെ അമ്മ ഞങ്ങൾക്ക് ഇളം പച്ച നിറത്തിലുള്ള എരിവും മധുരവുമുള്ള ഒരു പാനീയം കുടിക്കാൻ തന്നു. നല്ല രുചിയുള്ള അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക മധുരം നാവിൽ തങ്ങി നിന്നു. അത് ടെൻഡർ പെപ്പർ ഹണി ജ്യൂസ് ആണെന്ന് ആ വീട്ടിലെ അമ്മ പറഞ്ഞു. മൂക്കാത്ത കുരുമുളകും തേനും ചേർത്ത് തയ്യാറാക്കുന്ന ആ ജ്യൂസ് കുടിച്ചാൽ കഫക്കെട്ട് മാറുകയും ദഹനം ശരിയാവുകയും ചെയ്യും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ട് വരാറുണ്ട്. അതിനുള്ള മരുന്ന് കഴിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല. ഇത്തരം ജ്യൂസ് കഴിക്കാൻ എന്ത് രസമാണ്. ബേബി ചേട്ടൻ ഞങ്ങൾക്ക് കുരുമുളക് കൃഷി കാണിച്ചു തന്നു. 6 അടി ഉയരമുള്ള തൂണിലാണ് അദ്ദേഹം കുരുമുളക് നട്ടിരിക്കുന്നത്. വെള്ളം മഴ പോലെ വീഴുന്ന സ്പ്രിംഗ്ലർ വെച്ച് നനയ്ക്കുന്നു. നല്ല രസമുള്ള ഒരു തോട്ടമാണ്. ഇത്തരമൊരു തോട്ടം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. വരി ഒപ്പിച്ച് നട്ടിരിക്കുന്ന കുരുമുളക് തൂണുകൾ കാണാൻ എന്ത് രസമാണെന്നോ. ഞങ്ങൾ ചെന്നപ്പോൾ ഈ വള്ളികളിൽ നിറയെ കുരുമുളക് തൂങ്ങിക്കിടക്കുന്നു. പഴുക്കാൻ തുടങ്ങിയിട്ടില്ല. മൂക്കാത്ത കുരുമുളക് കൊണ്ടാണ് ടെൻഡർ പെപ്പർ ഹണി ജ്യൂസ് ഉണ്ടാക്കുന്നത്. കുരുമുളകിന്റെ ഇലകൾ ഞെരടി മണത്ത് നോക്കിയാൽ ചെറിയൊരു എരിവ് പോലെ തോന്നും. പഞ്ചമി എന്ന ഇനമാണ് അദ്ദേഹം കൃഷി ചെയ്തിരിക്കുന്നത്. വർഷത്തിൽ ഒരു തവണയാണ് കുരുമുളകിൽ കായകൾ ഉണ്ടാകുന്നത്. വർഷത്തിൽ എല്ലാ സമയത്തും കായകൾ ഉണ്ടാകുന്ന കുറ്റിക്കുരുമുളകും ഞങ്ങൾക്ക് അദ്ദേഹം കാണിച്ചു തന്നു. അതിന്റെ 5 തൈകൾ ഞങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ പാർക്കിലേക്ക് അദ്ദേഹം തന്നു വിടുകയും ചെയ്തു. എൻ്റെ വീട്ടിലും ഒരെണ്ണം നട്ടുപിടിപ്പിക്കണം. ഉച്ചയ്ക്ക് മുൻപായി ഞങ്ങൾ അവിടെ നിന്ന് തിരികെ സ്കൂളിലേക്ക് പുറപ്പെട്ടു. എൻ്റെ മനസ്സ് നിറയെ എന്നും കായ ഉണ്ടാകുന്ന കുറ്റിക്കുരുമുളക് ആയിരുന്നു. നാവിൻ തുമ്പിൽ ടെൻഡർ പെപ്പർ ജ്യൂസിൻ്റെ എരിവും മധുരവും. ഇനി ബി ചോദ്യം നോക്കാം. എത്രയെത്ര മനുഷ്യന്മാർ പണിയെടുത്തിട്ടുണ്ടാവും ഇത് കെട്ടിപ്പൊക്കാൻ? എന്തിനെക്കുറിച്ചാണ് ഈ പ്രസ്താവന? ഉത്തരം ഇടുക്കിയിടാം. പ്രവർത്തനം 3 കത്ത്. ചിത്രത്തിൽ ആരൊക്കെയാണ് കാണുന്നത്? പോസ്റ്റ്മാനെ, വീട്ടമ്മയെ, കുഞ്ഞിനെ അല്ലേ? കത്തുകളിലൂടെ വിവരങ്ങൾ കൈമാറിയിരുന്ന കാലം നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ മൊബൈൽ ഫോൺ സന്ദേശങ്ങളുടെ കാലമാണല്ലോ. കത്തെഴുത്തിൻ്റെ സുഖം അറിയണമെങ്കിൽ അത് എഴുതുക തന്നെ വേണം. ഓണാഘോഷത്തെക്കുറിച്ച് പ്രിയ സുഹൃത്തിന് കത്ത് തയ്യാറാക്കുക. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു കൂട്ടുകാരന് കഴിഞ്ഞ ഓണാഘോഷത്തെക്കുറിച്ച് അതെങ്ങനെ നടത്തി എന്നതിനെക്കുറിച്ചൊരു കത്ത് എഴുതാനാണ്. ഇവിടെ അമ്മയും മകനും നിൽക്കുന്ന ഒരു വീട്ടിലേക്ക് അച്ഛനായിരിക്കും കത്ത് എഴുതുന്നത്. അച്ഛൻ വീട്ടുകാർക്ക് എഴുതുന്ന കത്ത് അല്ല നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ചിത്രം അവിടെ തന്നിട്ടുണ്ട് എന്ന് മാത്രം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കൂട്ടുകാരന് കഴിഞ്ഞ ഓണം നമ്മൾ എങ്ങനെയൊക്കെ ആഘോഷിച്ചു എന്നതിനെക്കുറിച്ചൊരു കത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കത്തെഴുതുമ്പോഴും ഇതേപോലെ ചില പോയിന്റ്സ് ശ്രദ്ധിക്കാനുണ്ട്. ആ പോയിന്റുകൾ അനുസരിച്ച് വേണം നമ്മൾ കത്തെഴുതാൻ. എങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള മുഴുവൻ മാർക്കും കിട്ടുകയുള്ളൂ. നമ്മൾ ആരാണ് കത്തെഴുതുന്നത് അത് നമ്മൾ എഴുതണം. അതുപോലെ ആർക്കാണ് കത്ത് എഴുതേണ്ടത് ആ അഡ്രസ്സും നമ്മൾ എഴുതണം. അതുപോലെ കത്ത് തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ട ചങ്ങാതി എന്നൊക്കെ പറഞ്ഞ് എഴുതണം. അതുപോലെ കത്തിനുള്ളിൽ നമ്മൾ കുറച്ച് വിശേഷങ്ങൾ എഴുതണം. ഏറ്റവും അവസാനം നമ്മളൊരു വിടവാങ്ങൽ, അതായത് ഇനിയും പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് കത്ത് ചുരുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതണം. അങ്ങനെയുള്ള ഘട്ടങ്ങളിലൂടെ എഴുതിയാൽ മാത്രമേ നമുക്കതിൻ്റെ മുഴുവൻ മാർക്ക് ലഭിക്കുകയുള്ളൂ. ഞാനിവിടെ ഒരു കത്ത് എഴുതിയിട്ടുണ്ട്, നോക്കാം. അശ്വിൻ ചന്ദ്ര 5C ചേർത്തല ഗവൺമെൻറ് UP സ്കൂൾ ചേർത്തല PO. ഈ കുട്ടിയാണ് കത്ത് എഴുതുന്നത്. കത്ത് കിട്ടേണ്ട ആളുടെ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുരുകദാസ് 5D ഗവൺമെൻറ് UP സ്കൂൾ അഗളി, മണ്ണാർക്കാട് വഴി അട്ടപ്പാടി, പാലക്കാട് ജില്ല. പ്രിയപ്പെട്ട ചങ്ങാതി, നീ ഇവിടെ നിന്നും പോയതിൽ പിന്നെ ഒരു രസവുമില്ല. നിന്നെ കാണാൻ കൊതിയാവുന്നു. എന്തൊക്കെയുണ്ട് നിന്റെ നാട്ടിൽ വിശേഷം? ഇപ്പോൾ നിനക്ക് വീട്ടിൽ നിന്നും പോയി വരാമല്ലോ അല്ലേ? ഞങ്ങളുടെ സ്കൂളിലെ ഓണാഘോഷ പരിപാടികൾ കഴിഞ്ഞു. ഇത്തവണ നിരവധി പുതിയ ഇനങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ ക്ലാസ്സുകാർക്കും ഓരോ ഇനങ്ങൾ. 5ാം ക്ലാസ്സുകാർക്ക് ബലൂൺ പൊട്ടിക്കൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. വീർപ്പിച്ച് കെട്ടിയ ബലൂൺ ദൂരെ നിന്ന് ഫുട്ബോൾ കൊണ്ട് അടിച്ചു പൊട്ടിക്കണം. ഫുട്ബോൾ കളിയിൽ ആൺകുട്ടികളാണ് കേമന്മാർ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ 5 ബലൂൺ പൊട്ടിച്ച് 5ാം ക്ലാസ്സിലെ നദീറ നാജിയ സമ്മാനം കൊണ്ടുപോയത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിന്റെ സ്കൂളിലും ഓണപരിപാടികൾ ഉണ്ടായിരുന്നോ? അച്ഛനോടും അമ്മയോടും അന്വേഷണം പറയണം. ഇവിടെ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും സുഖം തന്നെ. നീ ഇവിടെ താമസിച്ചിരുന്ന ഹോസ്റ്റൽ ഇപ്പോൾ സർക്കാർ അടച്ചുപൂട്ടി. ഈ വർഷം തന്നെ പുതിയ ഹോസ്റ്റലിൻ്റെ പണി തുടങ്ങും. പുതിയ ഹോസ്റ്റൽ പണി തീർന്നാൽ നീ ഇങ്ങോട്ട് തന്നെ വരണം. വീണ്ടും കാണാം. സ്നേഹപൂർവ്വം.
ഇനി നമ്മൾ ഡേറ്റ് വെക്കണം. ചേർത്തല 3/10/2024. അശ്വിൻ ചന്ദ്ര കത്തെഴുതിയ ആളുടെ പേരാണ് ഇവിടെ വേണ്ടത്. അതായത് നമ്മുടെ പേരും ആണ് വേണ്ടത്, നമ്മളുടെ സ്കൂളിൻ്റെ പേരോ നമ്മളുടെ നാടിൻ്റെ പേരോ ആണ് വേണ്ടത്. നമ്മൾ കിട്ടേണ്ട ആളെക്കുറിച്ച് അവരുടെ അഡ്രസ്സ് മാത്രമാണ് നമ്മൾ മുകളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. 4ാമത്തെ ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യത്തിലും എ, ബി എന്നീ 2 ചോദ്യങ്ങളുണ്ട്. എ ചോദ്യം വിവരണം. പെരുമഴ. മഴ മഴ പെരുമഴ പെയ്യുന്നു, കളകളനാദം ഉയരുന്നു, ഇടിയുടെ ശബ്ദം കേൾക്കുന്നു, മിന്നാമിന്നികൾ പാറുന്നു, പെരുമഴ കുത്തി ഒലിക്കുന്നു, കുട്ടികൾ തുള്ളിച്ചാടുന്നു. ആർദ്ര AS എഴുതിയ ഒരു ചെറിയ കവിതയാണ് ഇത്. പെരുമഴയെക്കുറിച്ചാണ് ഈ കവിത. പുഴയുടെ കൂട്ടുകാരിയായ ചാറ്റൽ മഴയെ മഴ ചാറുമ്പോൾ എന്ന കവിതയിലൂടെ പരിചയപ്പെട്ടല്ലോ. മഴയെ ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരും ഉണ്ടാകാം. മഴ തോർന്നൊഴിയുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. മഴ തോർന്നൊഴിയുക എന്ന് പറഞ്ഞാൽ മഴ നിന്ന ആ സമയത്ത്, ആ ഒരു സമയത്ത് നമ്മുടെ നാട്ടിലും പ്രകൃതിയിലും ഒക്കെയുള്ള ആ കാര്യങ്ങൾ കുറിച്ച് ഒരു വിവരണം എഴുതാനാണ് ആവശ്യപ്പെടുന്നത്. വിവരണം എന്ന് പറഞ്ഞാൽ കണ്ട കാര്യങ്ങൾ കണ്ടതുപോലെ പറയുക, അതാണ് വിവരണം. അതേസമയം വർണ്ണന എന്ന് പറഞ്ഞാൽ പൊടിപ്പും തൊങ്ങലും വെച്ച് എഴുതുകയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു വിവരണം എഴുതിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഉത്തരം നോക്കാം. മഴ കഴിഞ്ഞപ്പോൾ വിവരണം. വിവരണത്തിന് നമ്മളൊരു തലക്കെട്ട് കൊടുക്കണം. ഇന്നലെ രാവിലെ മുതൽ നല്ല മഴയായിരുന്നു. ഇടിമിന്നലും കാറ്റുമില്ല. നിന്നു പെയ്തു. 2 മണിക്കൂർ നേരം പുറത്തിറങ്ങാൻ പറ്റിയില്ല. പഠിക്കാനായി പുസ്തകം മുന്നിലുണ്ടെങ്കിലും സിറ്റൗട്ടിലിരുന്ന് മഴ പെയ്യുന്നത് ആസ്വദിച്ചു. മഴയുടെ ഭംഗി കണ്ടപ്പോൾ, മുറ്റത്തുകൂടെ മഴവെള്ളം കുതിച്ച് ഒഴുകുന്നത് കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത രസം. ബുക്ക് മാറ്റിവെച്ചു. കുറച്ച് കടലാസു തോണികൾ ഉണ്ടാക്കി. പക്ഷേ ഇറങ്ങാൻ അമ്മ സമ്മതിക്കില്ല. ഉച്ചയ്ക്ക് ശേഷം വീടിന് മുന്നിലുള്ള ഓട നിറഞ്ഞ് വെള്ളം ഒഴുകുന്നു. ഉണ്ടാക്കിയ കടലാസ് തോണികൾ ഓരോന്നോരോന്നായി വെള്ളത്തിൽ ഒഴുക്കി വിട്ടു. നല്ല രസമുള്ള കളിയാണിത്. മുറ്റം കഴിഞ്ഞുള്ള നടപ്പാതയിൽ വെള്ളം കുത്തി ഒഴുകി റോഡിലൂടെ മണൽ വിരിച്ചിരിക്കുന്നു. ചെടികളും പൂക്കളും സന്തോഷത്തോടെ തലയാട്ടുന്നു. മൽബറിയുടെ ചുവട്ടിൽ നിന്ന് മെല്ലെ കുലുക്കി പടപടോന്ന് മഴത്തുള്ളികൾ തലയിൽ വീണു. മരം കുലുക്കിയിട്ട് മഴത്തുള്ളി തലയിൽ വീഴാതെ ഓടി മാറുന്നത് നല്ല രസമുള്ള കളിയാണ്. അമ്മ കണ്ടാൽ ചീത്ത പറയും. ആകാശത്ത് കാർമേഘങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു. നല്ല മഴയ്ക്ക് ശേഷമുള്ള പ്രകൃതി എന്ത് രസമാണെന്നോ. കിളികൾ ചിരിച്ചുകൊണ്ട് പാറി വരുന്നു. അതുവരെ വിശന്നിരുന്ന പൂമ്പാറ്റകൾ പൂക്കൾ തേടി വന്നു. പക്ഷേ മഴവെള്ളത്തിൽ പൂക്കളിലെ തേൻ ഒഴുകിപ്പോയിരിക്കുന്നു. തെരുവിലൂടെ ഒരു നായ ഓടി വന്നു. എന്നെ കണ്ടപ്പോൾ തിരിച്ചോടി. ഞാനും വീട്ടിലേക്ക് കയറി. ബി ചോദ്യം നോക്കാം. കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലേത്? മിന്നുന്നതെല്ലാം പൊന്നല്ല, മണ്ണ് പൊന്നാക്കണം, പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്തു കാര്യം, പൊന്നുംകൂടത്തിന് പൊട്ടു വേണ്ട. അതിൻ്റെ ഉത്തരം മണ്ണ് പൊന്നാക്കാം എന്നുള്ളതാണ്. പുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5ാമത്തെ ചോദ്യം നോക്കാം. അതിലും എ, ബി എന്ന 2 ചോദ്യങ്ങളുണ്ട്. എ ചോദ്യം പ്രസംഗം. ഇപ്പോൾ മഴയും പുഴയും കാറ്റും കിളിയുമെല്ലാം ഒന്നിച്ചു തുഴയുന്നുണ്ട്. ഇനിയവർ തനിച്ചാവുമോ? കുടയോളം ഭൂമി എന്ന യൂണിറ്റിലെ ഭൂമി എന്ന കവിതയിലെ ഈ വരികൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇനിയവർ തനിച്ചാവുമോ എന്ന ചോദ്യം നമ്മളോടാണ്. പ്രകൃതി നേരിടുന്ന ആശങ്കകളാണ് ഇവിടെ തെളിയുന്നത്. മനുഷ്യനും പ്രകൃതിയും എന്ന വിഷയത്തെക്കുറിച്ച് ലഘു പ്രസംഗം തയ്യാറാക്കുക. പ്രസംഗത്തിന് നമ്മൾ ഇതേപോലെ ആ പ്രസംഗത്തിൻ്റെതായ ചട്ടവട്ടങ്ങൾ എഴുതണം. ആദ്യമൊരു പ്രസംഗത്തിനൊരു തലക്കെട്ട് വേണം. നമ്മൾ എഴുതുമ്പോൾ പ്രസംഗത്തിന് തലക്കെട്ട് വേണം. പ്രസംഗം പറയുമ്പോൾ തലക്കെട്ട് പറയേണ്ട ആവശ്യമില്ല. അതേസമയം നമ്മൾ പ്രസംഗം തുടങ്ങുമ്പോൾ സദസ്സിനെ ഒന്ന് വന്ദിക്കണം. അതിനുശേഷം നമ്മൾ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കണം. അതിനുശേഷം ആ വിഷയവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം ഇങ്ങനെ പ്രസംഗിക്കാൻ ഒരു അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രസംഗം അവസാനിപ്പിക്കണം. ഈ ഘട്ടങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ടീച്ചർ നിങ്ങൾക്ക് എ ഗ്രേഡ് തരികയുള്ളൂ. മാന്യ സദസ്സിന് വന്ദനം. പ്രകൃതിയും മനുഷ്യനും എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. ഇനി ഇത് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളതൊന്ന് വായിച്ചു നോക്കുക. ഞാനിത് വായിക്കാൻ നിന്നാൽ വീഡിയോയുടെ നീളം കൂടി പോകും, അതുകൊണ്ടാണ്. ബി ചോദ്യം നോക്കാം. താഴെ വീഴുകയാൽ ആകൃതി മാറും. ആർക്ക്? വയലിന്, പെണ്ണാൾക്ക്, വാരിദത്തിന്, കാർമുകിലിന്. ഇത് മഴ ചാറുമ്പോൾ എന്ന പാഠത്തിലെ എന്ന കവിതയിൽ ഉള്ളതാണ്. കാർമുകിലിന് എന്നാണ് അതിൻ്റെ ഉത്തരം. അവസാനത്തെ ചോദ്യം പ്രവർത്തനം 6 അനുഭവക്കുറിപ്പ്. നീർനാഗം എന്ന പാഠഭാഗത്തിൽ ബഷീർ ചെയ്ത കുസൃതി എല്ലാവരെയും ചിരിപ്പിച്ചതാണല്ലോ. കുട്ടിക്കാലം കുസൃതികളുടേതും കൂടിയാണ്. ഓർക്കുമ്പോൾ ചിരി വരുന്ന എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവയ്ക്കുക. കുട്ടിക്കാലത്തുണ്ടായതും ഇപ്പോൾ ഓർക്കുമ്പോൾ ചിരി വരുന്നതുമായ ഒരു സംഭവം എന്തെങ്കിലും ഒന്ന് എഴുതാനാണ് പറയുന്നത്.
ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ചേട്ടനെ തല്ലിയിട്ട് ഓടിയപ്പോൾ അനിയനായ ഞാൻ വീണു, എല്ലാവരും ചിരിച്ചു, ഹ ഹ ഹ. പല കുട്ടികൾ ഈ മോഡലിലൊക്കെയാണ് ഉത്തരക്കടലാസിൽ എഴുതുന്നത്. ഇങ്ങനെയല്ല നമ്മൾ അനുഭവക്കുറിപ്പ് എഴുതേണ്ടത്. നമ്മളുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് നമ്മൾ എഴുതേണ്ടത്. ആ അനുഭവത്തിന് നമ്മളൊരു തലക്കെട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ സംഭവം നടന്ന ക്രമത്തിന് എഴുതണം. വെറുതെ ഹാ 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 എന്ന് ചിരിച്ചു എന്ന് പറഞ്ഞാൽ വായിക്കുന്നവർക്ക് എപ്പോഴാണ് എന്നാണിത് നടന്നതെന്ന് ഒരു ഊഹവും കിട്ടുകയില്ല. അതുകൊണ്ട് സംഭവം നടന്ന ക്രമത്തിന് എഴുതണം. സംഭവത്തിൽ നമുക്കുണ്ടായ സന്തോഷം, ദുഃഖമോ ദേഷ്യമോ വിവരിക്കണം. ഇവിടെ ഹാ 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 എന്ന് വായിച്ചാൽ നമുക്കൊരു സന്തോഷവും ഒരു ദുഃഖവും ഒന്നും നമുക്ക് തോന്നില്ല. എന്നാൽ അത് തോന്നുന്ന വിധത്തിൽ വേണം നമ്മളെ എഴുതാൻ. ആ സംഭവം നമ്മുടെ മനസ്സിനെ എങ്ങനെ ബാധിച്ചു എന്നും എഴുതണം. ഞാനിവിടെ ഒരു ഉത്തരം എഴുതിയിട്ടുണ്ട്. ദൈവം തന്ന ശിക്ഷ അനുഭവക്കുറിപ്പ്. ഒരു ദിവസം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേട്ടനും ഞാനും ഇരുന്ന് പഠിക്കുകയായിരുന്നു. ചേട്ടൻ ഹിന്ദി ഉറക്കെ വായിക്കാൻ തുടങ്ങി. എനിക്ക് ശ്രദ്ധയോടെ വായിക്കാൻ കഴിയാതെയായി. ഞാൻ ചേട്ടനോട് പതുക്കെ വായിക്കാൻ പല പ്രാവശ്യം പറഞ്ഞു. ചേട്ടൻ കേട്ടില്ല. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ മെല്ലെ എഴുന്നേറ്റ് ചേട്ടൻ്റെ പുറത്ത് ഒരു അടി കൊടുത്തു. ഠോ! അടി അല്പം ശക്തിയുള്ളതായി പോയി. ചേട്ടൻ വേദന കൊണ്ട് പുളഞ്ഞു. എന്നെ തല്ലാനായി എഴുന്നേറ്റു. ഞാൻ ജീവനും കൊണ്ട് ഓടി. അച്ഛനും അമ്മയും ഹാളിൽ ഇരുന്ന് TV കാണുന്നുണ്ടായിരുന്നു. അമ്മയുടെ അടുത്ത് എത്തുന്നതിന് മുന്നേ ഞാൻ കാലിടറി മറിഞ്ഞു വീണു. അത് കണ്ട് എല്ലാവരും ചിരിച്ചു. തല്ലാൻ വന്ന ചേട്ടനും ചിരിച്ചു. ചേട്ടൻ്റെ തല്ലിൽ നിന്ന് രക്ഷപ്പെട്ടതിനാൽ ഞാനും ചിരിച്ചു. പക്ഷേ അതോടെ അന്നത്തെ പഠിക്കൽ കുളമായി. കാരണം എൻ്റെ കയ്യിൽ നല്ല ഒരു ചതവ് പറ്റിയിരുന്നു. ചേട്ടനെ തല്ലിയതിന് ദൈവം തന്ന ശിക്ഷയാണെന്ന് അമ്മ പറഞ്ഞു. പിന്നെ ഒരിക്കലും ചേട്ടനെ ഞാൻ തല്ലിയിട്ടില്ല. അപ്പോൾ ആ സംഭവങ്ങൾ ആ ക്രമത്തിന് ഇങ്ങനെ എഴുതുമ്പോൾ അവിടെ അവർ ചിരിച്ചതും ആ ചിരിക്കാനുണ്ടായ കാരണങ്ങളും ഒക്കെ വായിക്കുന്നവർക്ക് ബോധ്യപ്പെടും. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഉത്തരങ്ങൾ എഴുതേണ്ടത്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ വർഷം അർദ്ധവാർഷിക പരീക്ഷയിൽ 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ ചോദിച്ചത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താല്പര്യമുള്ളവർ A+ ഉത്തരം എന്ന ഈ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.